വർഷം ആവർത്തിക്കാനിടയില്ലെന്നാണ് സൂചനകൾ. റബ്ബറിന്റെ കാര്യത്തിൽ ഇപ്പോഴുള്ള റേഞ്ച് കുറച്ചുനാൾ കൂടി തുടർന്നേക്കും. കുരുമുളകിൽ ഇടിവ് തുടരാനുള്ള സാധ്യതയാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. കമ്മോഡിറ്റി രംഗം വിലയിരുത്തുന്നു ശ്രീകുമാർ. സ്വർണത്തിന്റെ കാര്യത്തിൽ 2011 സംഭവിച്ചത് വളരെ ഉയർന്ന വില നിലവാരമായിരുന്നു. അന്താരാഷ്ട്ര ആഗോളതലത്തിൽ $1923 പെർ ഔൺസ് ആ നിലയിലേക്ക് വന്ന ഒരു വർഷമാണ്. അത് റെക്കോർഡ് ഹൈ ആയിരുന്നു. അപ്പോൾ ആ ഉയർന്ന വില നിലവാരത്തിന് പിന്നെ പെട്ടെന്നൊരു ഇടിവുണ്ടായി. അത് 1600 താഴെ വരെ പോയി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ചെലവുണ്ടാകുന്ന മാസങ്ങളാണ് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടവും. അത് ഫെസ്റ്റിവൽ സീസണാണ്. ഓൾ ഇന്ത്യ തലത്തിൽ ഏറ്റവും അധികം ചെലവ് നടക്കേണ്ട ഒരു സമയമാണ്. പക്ഷേ ആ സമയത്ത് സ്വർണത്തിന്റെ ജ്വല്ലറിക്ക് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് കുറയുന്ന ഒരു സാഹചര്യം കണ്ടു. അതിന്റെ ഇമ്പോർട്ട്സ് ഇറക്കുമതി 125 ടണ്ണായിട്ട് കുറഞ്ഞു ആ 4 മാസങ്ങളിൽ. അപ്പോൾ അതിന് കാരണമായിട്ട് പറയുന്നത് ഈ ഉയർന്ന വില നിലവാരമാണ്. അതേസമയം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള സ്വർണത്തിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിമാൻഡ് ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല. ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ETF-ലേക്കുള്ള ഒഴുക്ക് കാര്യമായിട്ട് കുറഞ്ഞിട്ടില്ല. 2300 ടൺ വരെ ETF ശേഖരണത്തിൽ ഉണ്ട് പല ETF-കളിലായിട്ട്. അതുപോലെ സെൻട്രൽ ബാങ്ക് ഓൾറെഡി പല രാജ്യങ്ങളിലും വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അവർ ഉടനടി വിൽക്കാനൊരു സാധ്യതയില്ല. ഇപ്പോൾ പെട്ടെന്നൊരു കുറവ് വരാനായിട്ടുള്ള കാരണം ഉയർന്ന വില നിലവാരമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കൂടുതലും ഇറക്കുമതി വഴിയാണ് സ്വർണത്തിന്റെ ആവശ്യം നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അപ്പം ആ ഉയർന്ന നിലയിൽ നിന്നുകൊണ്ട് വിപണിക്ക് അത് താങ്ങാൻ സാധിക്കാതെ വരികയും ഇറക്കുമതി കുറയുകയും ഒക്കെ ചെയ്തു. അതേസമയം ബുള്ളിയൻ അതുപോലെ കോയിൻ ഇതിന്റെ ഡിമാൻഡ് ഇന്ത്യയിൽ വർദ്ധിച്ചതായിട്ടാണ് കാണുന്നത്. ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് വർദ്ധിക്കുകയും അതുപോലെ ജ്വല്ലറിയുടെ ഡിമാൻഡ് കുറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ 3-4 മാസമായിട്ട് വില താഴ്ന്ന നിലയിലേക്ക് വന്നത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ മറ്റ് കമ്മോഡിറ്റീസിനെ അപേക്ഷിച്ച് സ്വർണത്തിനും വെള്ളിക്കും വില ഉയരാനുള്ള സാധ്യത വളരെ കുറവാണ്. റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം 2011 അത്ര ഒരു നല്ല വർഷമല്ലായിരുന്നു. 216-230 ഒക്കെ ആ നിലവാരത്തിൽ നിന്നും കുത്തനെ വിലയിടുകയും 200-ൽ താഴെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. 194-195 നിലവാരത്തിലേക്കാണ് RSS 4-ന്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഇനിയും അങ്ങോട്ട് റബ്ബറിന്റെ പോക്ക് എങ്ങോട്ടായിരിക്കും എന്നുള്ള ആശങ്ക എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റബ്ബറിന്റെ വില കയറാനൊരു സാധ്യത കാണുന്നുണ്ട്. ഇതിന് ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡിസംബറിൽ ഓട്ടോ സെയിൽസ് വർദ്ധിച്ചിട്ടുണ്ട്. ഓട്ടോമൊബൈൽ സെയിൽസ് വളരെ കുറവായിരുന്നു. അപ്പോൾ പെട്രോൾ എഞ്ചിൻ്റെയൊക്കെ വില പെട്രോൾ മോഡലുകളുടെ വില കുറയ്ക്കുകയും മൊത്തത്തിൽ പണത്തിന്റെ ഒഴുക്ക് കൂടുകയും ചെയ്തപ്പോൾ ഇതിന്റെ വിപണി ഒന്ന് ഉയർന്നിട്ടുണ്ട്. കാർ വിപണി ഉയർന്നിട്ടുണ്ട്. ഓട്ടോമൊബൈലാണ് ഇൻഡസ്ട്രിയാണ് ഈ റബ്ബറിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ. അത് ശുഭസൂചകമാണ് ഇപ്പോൾ കാണുന്നത്. രണ്ടാമതായിട്ട് RBIയുടെ പോളിസി അനുസരിച്ച് വീണ്ടും ഇത് ബാങ്ക് റേറ്റ് കുറയ്ക്കുന്ന ഒരു സാഹചര്യം വന്നാൽ കഴിഞ്ഞ 13 പ്രാവശ്യമായിട്ട് കഴിഞ്ഞപ്പോൾ 2010 മുതൽ കൂട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അത് കുറയ്ക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ഇൻഡസ്ട്രിയിൽ ഒരു ബൂം ഉണ്ടാവാം. അത് റബ്ബറിനെ സപ്പോർട്ട് ചെയ്യാനാണ്. ഇൻഡസ്ട്രിയൽ കമ്മോഡിറ്റിയാണ് റബ്ബർ. വേറൊരു പ്രധാനപ്പെട്ട കാര്യം ആഗോളതലത്തിൽ തന്നെ ഇപ്പോൾ US മാർക്കറ്റിലും ഒക്കെ ഒരു ചലനം വന്നു തുടങ്ങിയിട്ടുണ്ട്. അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് കൊടുക്കുന്നത് ഇപ്പോൾ കുറഞ്ഞു വരുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം അവിടെ ഒരു സ്ലോ റിക്കവറി സാധ്യതയുണ്ട്. അപ്പോൾ ഇത് റബ്ബർ വിപണിയെ സഹായിക്കാൻ പോകുന്നതാണ്. മറ്റൊന്ന് ക്രൂഡ് ഓയിലിന്റെ വിലയാണ് റബ്ബറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം. ക്രൂഡ് ഓയിൽ വില ഇപ്പോഴത്തെ നിലയ്ക്ക് വളരെ സ്റ്റേബിളാണ്. കാര്യമായ ചാഞ്ചാട്ടം പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോഴത്തെ ഒരു ആഗോള പ്രതിസന്ധി കാരണം ഇറാനിലെയൊക്കെ സപ്ലൈസിന്റെയൊക്കെ പ്രശ്നം കാരണം ക്രൂഡ് ഓയിൽ വില ഇനി ശകലം കയറാനാണ് സാധ്യത. അപ്പോൾ ഇത് റബ്ബറിന് ഒരു നല്ലൊരു സപ്പോർട്ട് കൊടുക്കും. 2011 റബ്ബറിനെ പോലെ തന്നെ മറ്റൊരു കർഷകരെ ചതിച്ചൊരു വിളയാണ് കുരുമുളക്. വളരെയധികം ചാഞ്ചാട്ടം കണ്ട ഒരു വർഷമാണ് കുരുമുളക് കഴിഞ്ഞ വർഷം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുരുമുളകിന്റെ വില ഇടിയുകയാണ്. ഇതിന് കാരണമായിട്ട് പറയുന്നത് ജനുവരിയിൽ പുതിയ സപ്ലൈസ് ഓൾറെഡി വന്നു തുടങ്ങി മാർക്കറ്റിൽ. ജനുവരി അവസാനത്തോടുകൂടി അതിന്റെ ആ ഒഴുക്ക് കുറച്ചുകൂടെ വർദ്ധിക്കും. അപ്പോൾ ഈ പുതിയ ക്രോപ്പിന്റെ അറൈവലും അതേസമയം ആഗോളതലത്തിൽ ഡിമാൻഡ് കുറഞ്ഞിരിക്കുന്നതാണ് ഒരു കാരണമായിട്ട് ഇപ്പോൾ കാണുന്നത്. ഇന്ത്യയുടെ
മൊത്തത്തിലൊരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ആഭ്യന്തര ഉൽപാദനത്തിൽ കാര്യമായ ഇടിവ് കാണുന്നുണ്ട്. 50,000 60,000 ടൺ ഒരു വർഷം ഉൽപ്പാദിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 43,000 മുതൽ 45,000 റേഞ്ചിലേക്ക് മൊത്തത്തിൽ താഴ്ന്നിട്ടുണ്ട്. അപ്പൊ ഇത് വിപണിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്നൊരു ഘടകമാണ്. രണ്ട്, പിന്നെ വിയറ്റ്നാമിലെയും മറ്റ് ഇന്തോനേഷ്യയിലെയൊക്കെ ക്രോപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു ഇനി അങ്ങോട്ട് ഫർദർ വില കയറുമോ എന്നുള്ള. ഇതിൽ ഏറ്റവും അധികം സ്പെക്കുലേഷൻ ഉണ്ടായിട്ടുള്ള കമ്മോഡിറ്റിയാണ്, ഈ കഴിഞ്ഞ വർഷത്തിൽ ഏറ്റവും അധികം സ്പെക്കുലേഷൻ ഉണ്ടായ ഒരു കമ്മോഡിറ്റിയാണ് പെപ്പർ. അത് കാരണം കർഷകരും അതുപോലെ തന്നെ വ്യാപാരികളും വളരെ ആശങ്കയിലാണ്.